ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്ക്. ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ഒന്നും ആയിട്ടല്ല കേട്ടോ വന്നിരിക്കുന്നത്. സാധാരണ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്ന അതേ മെത്തേഡിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈസിയായി ഉണ്ടാക്കാവുന്ന ചെമ്മീൻ മസാലക്കറിയാണ് ഞാനിന്ന് ഉണ്ടാക്കി കാണിക്കുന്നത്. ചെമ്മീൻ കൊണ്ട് വെറുതെ ഒന്ന് മുളകിട്ടാൽ പോലും നല്ല ടേസ്റ്റ് ആണല്ലോ അല്ലേ. ഞാൻ ഇതിന് മുന്നേ ചെമ്മീൻ വരട്ടിയതിൻ്റെയും വടയുടെയും റോസ്റ്റിൻ്റെയും എല്ലാം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കാം. ഒന്ന് കണ്ടു നോക്കണേ. ഈ കറിയുടെ ടേസ്റ്റ് അതിൽ നിന്നെല്ലാം വളരെ വ്യത്യാസമാണ്. നിങ്ങളത് തീർച്ചയായും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലിങ്ക് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് 3 സബോള, ഒരു കുടം വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, എരിവിനനുസരിച്ച് പച്ചമുളക് ഇവയാണ്. എല്ലാം ഒരുമിച്ച് നമുക്ക് നല്ല പോലെ ചെറുതാക്കി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം, അരഞ്ഞു പോകരുത്. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കറി നല്ല തിക്കാവും. അതുമാത്രമല്ല വെവ്വേറെ അരിഞ്ഞ് വേറെ വേറെ വഴറ്റുന്നതിനേക്കാൾ ടേസ്റ്റ് കൂടുകയും ചെയ്യും, പണി എളുപ്പമാവും. എൻ്റെ മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടവർക്കറിയാം, ബിരിയാണിക്ക് പോലും ഇപ്പം മസാല ഞാൻ ഉണ്ടാക്കാറ് എല്ലാം ചോപ്പ് ചെയ്തെടുത്തിട്ടാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. ഇനി നമുക്കിത് ചൂടായ ഓയിലിൽ കറിവേപ്പില ചേർത്ത് ചോപ്പ് ചെയ്തെല്ലാം കൂടെ ഒരുമിച്ച് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സബോള എല്ലാം നന്നായി വഴന്ന് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണെല്ലാം മാറി വന്നാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ ഇവ ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് നന്നായി മൂത്ത് വന്നാൽ 2 മീഡിയം സൈസിലുള്ള തക്കാളി ഒന്ന് ചോപ്പ് ചെയ്തോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തോ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തക്കാളി വേവാൻ വേണ്ടി 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ തക്കാളി നല്ല പോലെ വെന്ത് നല്ല പേസ്റ്റ് പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 കിലോയുടെ അടുത്ത് ചെമ്മീനുണ്ടത്. ഇനി അതിലേക്ക് 3/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ കറിക്ക് ലൂസ് വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെമ്മീനൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീനെല്ലാം വെന്ത് മസാലയിലെ എണ്ണ എല്ലാം നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കുറച്ചുകൂടെ കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ മസാലക്കറി ഇവിടെ റെഡിയായി. ഇനി നമുക്കത് സെർവിങ് ബൗളിലേക്ക് മാറ്റി ചൂട് ചോറിൻ്റെയോ ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെയോ ഒക്കെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ചെമ്മീൻ ഫ്രൈ ചെയ്തുണ്ടാക്കുന്ന റോസ്റ്റിനേക്കാളും സാധാരണ മീൻ കറിയൊക്കെ വെക്കുന്ന പോലത്തെ ചെമ്മീൻ കറിയേക്കാളൊക്കെ ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഇപ്പോൾ ഗൾഫിലൊക്കെ ചെമ്മീൻ നന്നായി കിട്ടുന്ന സീസണാണല്ലോ അല്ലേ. ചെമ്മീൻ കൊണ്ട് ഒരുപാട് വെറൈറ്റികൾ പരീക്ഷിക്കുന്ന കൂട്ടത്തിൽ ഇതൊന്നും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.